എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും LPUP എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഉറപ്പായിട്ടും ഈ ഡിസംബറോടുകൂടി നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ട് വരും. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് എല്ലാവരും എന്നറിയാം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ LPUP എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഇംഗ്ലീഷിൻ്റെ, നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ അതും അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്കറിയാം, നമുക്ക് ഇംഗ്ലീഷിന് എത്ര മാർക്കാണുള്ളത്? 10 മാർക്കാണുള്ളത് അല്ലേ? ഇംഗ്ലീഷ്, മലയാളം പോലുള്ള സബ്ജക്റ്റുകൾക്ക് 10 മാർക്കാണ്. പിന്നീട് മാത്സിനാണെങ്കിൽ 15 മാർക്ക് വരും, സൈക്കോളജി 20 മാർക്ക്. അപ്പോൾ എല്ലാവരും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്തിലായിരിക്കും? സോഷ്യൽ, സയൻസ് പോലുള്ള സബ്ജക്റ്റിലായിരിക്കും. പക്ഷേ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്? 45 മാർക്സ് ആണ്. അതായത് സയൻസ് പ്ലസ് സോഷ്യൽ 45 മാർക്സ്. എന്നാൽ അതിനെ എബോവ് നിൽക്കുന്ന മാർക്ക് കിട്ടുന്ന ഗ്രൂപ്പുകളാണ് സബ്ജക്റ്റുകൾ. അതായത് ഇംഗ്ലീഷ്, മലയാളം, പിന്നീട് മാത്സ് 15 മാർക്കുണ്ട്. പിന്നെ ഏതാണ് വരുന്നത്? പിന്നെ സൈക്കോളജി 20 മാർക്ക്. അത് ടോട്ടൽ 55 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാസ്റ്റായിട്ട് കിടക്കുന്ന സയൻസും സോഷ്യലും നോക്കി ഒരുപാട് സമയം നോക്കരുത് എന്നല്ല പറഞ്ഞത്. അത് നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കണ്ട എന്നല്ല. എങ്കിൽ പോലും നമ്മൾ വിചാരിക്കും ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറവാണല്ലോ, മറ്റേതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ ഈ ചെറിയ സബ്ജക്റ്റുകളെ അല്ലെങ്കിൽ മാർക്ക് കുറവുള്ള സബ്ജക്റ്റുകളെ ഒരിക്കലും നമ്മൾ വേണ്ട എന്ന് വെക്കരുത്. അത് ചിലപ്പോൾ നമ്മുടെ ചിലർക്ക് ഈ ഇംഗ്ലീഷ്, മലയാളം പോലുള്ള സബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ ചിലർക്ക് ഇംഗ്ലീഷ് ഈസി ആയിട്ടുള്ളവർക്ക് മാത്സ് ടഫായിരിക്കും. അതേപോലെ തിരിച്ചും മാത്സ് ഈസി ആയിട്ടുള്ളവർക്ക് ഇംഗ്ലീഷ് ടഫായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെയും അതേ ഇമ്പോർട്ടൻസോട് കൂടി പഠിച്ചു പോകണം. പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇംഗ്ലീഷിൽ ഗ്രാമർ പ്ലസ് വൊക്കാബുലറി, അത് കൂടാതെ തന്നെ എന്താണ്, പെഡഗോജിയും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതും മറന്നു പോകരുത്. അപ്പോൾ പെഡഗോജി ഒരു 2-3 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, മാക്സിമം 3 ചോദ്യങ്ങൾ പെഡഗോജിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ബാലൻസ് ആണ് ഗ്രാമർ പ്ലസ് വൊക്കാബുലറി വരുന്നത്. അപ്പോൾ അത്രയും ഏരിയ നമ്മൾ കവർ ചെയ്താൽ മാത്രമേ ഔട്ട് ഓഫ് 10 നമുക്ക് ഒരു 8 അല്ലെങ്കിൽ 9 സ്കോർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഇംഗ്ലീഷിനും നിങ്ങൾ മറ്റുള്ള സബ്ജക്റ്റുകൾക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: The professor spoke for hours but could not communicate to his students. Which phrasal verb could be used as a substitute for the word communicate? That's the question. ഒന്നുകൂടി വായിക്കാം. The professor spoke for hours but could not communicate to his students. പ്രൊഫസർ എന്താണ്? മണിക്കൂറുകൾ കുട്ടികളോട് സംസാരിച്ചു, പക്ഷെ എന്താണ്? He could not communicate to his students. പക്ഷേ എന്താണ്? സംസാരിച്ചു എങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. Which phrasal verb could be used as a substitute for the word communicate? അപ്പോൾ communicate എന്ന് പറയുന്ന വേർഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസൽ വേർബ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിക്കേ, 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഗെറ്റ് എക്രോസ്, ഗെറ്റ് എഹെഡ്, ഗെറ്റ് എറൗണ്ട്, ഗെറ്റ് ബൈ. ഗെറ്റ് ചേർത്തിട്ടുള്ള 4 ഫ്രേസൽ വേർബ്സ് ആണ്. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വൊക്കാബുലറിയിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് പുട്ട് വെച്ചും സെറ്റ് വെച്ചും ഒക്കെ എന്താണ് കുറേ ഫ്രേസൽ വേർബ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല, ഫ്രേസൽ വേർബ്സ് ഒരുപാട് പഠിക്കാനുണ്ട്. അതെല്ലാം മിക്കതും നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തായിരിക്കും ആൻസർ വരുന്നത്? കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്ന വേർഡിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസൽ വേർബ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഗെറ്റ് എക്രോസ് ഉണ്ട്, ഗെറ്റ് എഹെഡ്, ഗെറ്റ് എറൗണ്ട്, ഗെറ്റ് ബൈ. ആൻസർ ഏതായിരിക്കും വരുന്നത്? ഗെറ്റ് എക്രോസ് എന്നുള്ളതാണ്. ഓക്കെ, ഗെറ്റ് എക്രോസ് മീൻസ് എന്താണ്? Successfully communicating ideas. Successfully communicating ideas. അതിനെയാണ് ഗെറ്റ് എക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഗെറ്റ് എക്രോസ്. അതേപോലെ തന്നെ ഈ എക്രോസ് എന്ന് പുട്ട് എക്രോസ് മീൻസ് എന്താണ്? ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പുട്ട് എക്രോസ്. അപ്പോൾ പുട്ട് എക്രോസും ഗെറ്റ് എക്രോസും ഏകദേശം ഒരേ മീനിങ്ങിൽ അല്ലെങ്കിൽ ഒരേ സെൻസിൽ യൂസ് ചെയ്യുന്ന 2 ഫ്രേസൽ വേർബ്സ് ആണ്. അപ്പോൾ ഗെറ്റ് എക്രോസ് മീൻസ് എന്താണ്? സക്സസ്ഫുള്ളി കമ്മ്യൂണിക്കേറ്റിംഗ്, മറ്റുള്ളവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് ഗെറ്റ് എക്രോസ് എന്ന് പറയുന്ന ഫ്രേസൽ വേർബിന്റെ മീനിങ്. പുട്ട് എക്രോസും സെയിം മീനിങ് ആണ്. പുട്ട് എക്രോസ് എന്താണ്? ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഗെറ്റ് എഹെഡ്. ഗെറ്റ് എഹെഡ് എന്ന് പറയുന്ന ഫ്രേസൽ വേർബിന്റെ മീനിങ് എന്താണ്? ടു അച്ചീവ് സക്സസ്. ടു അച്ചീവ് സക്സസ്.
സക്സസ് അച്ചീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗെറ്റ് എഹെഡ് എന്ന് പറയുന്നത്. സക്സസ് അച്ചീവ് ചെയ്യുക, പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ഗെയിൻ ചെയ്യുക, അതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ഗെറ്റ് എഹെഡ് എന്ന് പറയാം. ഇനി ഗെറ്റ് എറൗണ്ട് എന്താണ്? ഗെറ്റ് എറൗണ്ട് ഗെറ്റ് ബൈ പറയാം. ഗെറ്റ് ബൈ എന്താണ്? ഗെറ്റ് ബൈ എന്ന് പറയുമ്പോൾ ടു മാനേജ് ഓർ സർവൈവ്. ടു മാനേജ് ഓർ സർവൈവ്. ഓക്കെ, അപ്പം ഗെറ്റ് ബൈ എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താണ്? ടു മാനേജ് ഓർ സർവൈവ്, നിലനിൽക്കുക. ഒരു പ്രശ്നം വന്ന് വരികയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? അതിനെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ സർവൈവ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗെറ്റ് ബൈ എന്ന് പറയുന്നത്. ഇനി ഗെറ്റ് എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫൈൻഡ് എ വേ to solve, to overcome problems. ഓക്കെ, അതായത് നമ്മുടെ എന്താണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന മാർഗം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗെറ്റ് എറൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 ഫ്രേസൽ വെർബ്സ് ആണ് പറഞ്ഞത്. ഗെറ്റ് എക്രോസ് മീൻസ് ടു കമ്മ്യൂണിക്കേറ്റ് എന്നുള്ള മീനിങ് ആണ്. അതേ സെയിം മീനിങ് തന്നെയാണ് പുട്ട് എക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ഗെറ്റ് എഹെഡ്. ഗെറ്റ് എഹെഡ് മീൻസ് ടു അച്ചീവ് സക്സസ്. നമ്മളൊരു പ്രോസ്പെരിറ്റി അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ലൈഫിൽ എന്തെങ്കിലും ഒരു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യുക, അതിനെയൊക്കെ നമുക്ക് ഗെറ്റ് എഹെഡ് എന്ന് പറയാം. ഗെറ്റ് എറൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ടു ഫൈൻഡ് എ വേ ടു ഓവർകം പ്രോബ്ലംസ്. ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ അതിനൊരു വഴി കണ്ടെത്തുക, അതിനെയാണ് ഗെറ്റ് എറൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഗെറ്റ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ടു സർവൈവ് അല്ലെങ്കിൽ എന്താണ് ടു മാനേജ്. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് അത് മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ സർവൈവ് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു എബിലിറ്റി, അതിനെയാണ് ഗെറ്റ് ബൈ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഗെറ്റ് എക്രോസ് ആണ്. കമ്മ്യൂണിക്കേറ്റ് മീൻസ് ഗെറ്റ് എക്രോസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതാണ്. ദിസ് ഹാസ് ബീൻ എ വണ്ടർഫുൾ ഇവന്റ് ആൻഡ് ഐ സ്റ്റാൻഡ് ബിഫോർ യു ടു സ്പീക്ക് ഡാഷ് ഓൾ ഓഫ് us tonight. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ദിസ് ഹാസ് ബീൻ എ വണ്ടർഫുൾ ഇവന്റ് ആൻഡ് ഐ സ്റ്റാൻഡ് ബിഫോർ യു ടു സ്പീക്ക് ഡാഷ് ഓൾ ഓഫ് us tonight. പ്രിപ്പോസിഷനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് വായിക്കാം. ബിസൈഡ്സ്, ഫോർ, ടുവേർഡ്, ബൈ. ഏത് പ്രിപ്പോസിഷൻ ആയിരിക്കും ഇവിടെ വരുന്നത്? ബിസൈഡ്സ് ആണോ വരുന്നത്? ഫോർ ആണോ വരുന്നത്? ടുവേർഡ് ആണോ വരുന്നത്? ബൈ ആണോ വരുന്നത്? ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലേ? ഫോർ ആണ് വരുന്നത്. ആൻസർ ഏതാണ് വരുന്നത്? ഫോർ ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നോക്കിക്കേ, ദിസ് ഹാസ് ബീൻ എ വണ്ടർഫുൾ ഈവന്റ് ആൻഡ് ഐ സ്റ്റാൻഡ് ബിഫോർ യു ടു സ്പീക്ക് ഫോർ ഓൾ ഓഫ് us tonight. സ്പീക്ക് ഫോർ, നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു മീനിങ്ങിലാണ് വരുന്നത്. ബിസൈഡ്സ് എന്താണ്? ബിസൈഡ്സ് ഇൻ അഡീഷൻ ടു എന്നുള്ള മീനിങ് ആണ്. ബിസൈഡ്സ് ഇൻ അഡീഷൻ ടു, അത് കൂടാതെ എന്നുള്ള മീനിങ് അല്ലേ? ബിസൈഡ്സ് ഇൻ അഡീഷൻ ടു. പിന്നെ ടുവേർഡ്സ് നമ്മൾ പറയും. അതേപോലെ തന്നെ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഏതൊക്കെ കേസിലാണ് യൂസ് ചെയ്യുന്നത്? ബൈ യൂസ് ചെയ്യുന്നത് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ ഒക്കെ ക്യാഷ് ട്രാൻസാക്ഷൻ നമ്മൾ ചെക്ക്, ക്രെഡിറ്റ് കാർഡ് ഒക്കെ യൂസ് ചെയ്ത് പേ ചെയ്യുമ്പോൾ ബൈ പറയും അല്ലേ? ബൈ ക്രെഡിറ്റ് കാർഡ്, ബൈ ചെക്ക് എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ വരുമ്പോൾ അതിൽ എന്താണ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ചെക്ക്, പിന്നീട് എന്താണ് അങ്ങനെയുള്ള ഈ എന്താ പറയുന്നത് ക്യാഷ് അല്ലാതെ ഉള്ള ട്രാൻസാക്ഷൻസിനെല്ലാം നമ്മൾ ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ട്രാൻസ്പോർട്ടേഷന് നമ്മൾ ബൈ പറയും അല്ലേ? 2 വീലർ അല്ലാത്ത ബാക്കി എല്ലാത്തിനും ഫുഡ്, അതായത് നടക്കുന്നതും 2 വീലറും അല്ലാത്ത എല്ലാത്തിനും ബൈ എയർ, ബൈ കാർ, ബൈ ബസ് എന്ന് പറയും. അപ്പോൾ ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫോർ ആണ്. ദിസ് ഹാസ് ബീൻ എ വണ്ടർഫുൾ ഈവന്റ് ആൻഡ് ഐ സ്റ്റാൻഡ് ബിഫോർ യു ടു സ്പീക്ക് ഫോർ ഓൾ ഓഫ് us tonight. എല്ലാവർക്കും വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹീസ് ഡാഷ് ബെസ്റ്റ് ആക്ടർ ഐ നോ. ഹീസ് ഡാഷ് ബെസ്റ്റ് ആക്ടർ ഐ നോ. നോക്കിക്കേ, എന്താണ്? ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾസ് എ ആൻഡ് ദ, നൺ ഓഫ് ദി എബോവ്, ഇത് ഇത്രയും തന്നിട്ടുണ്ട്. എന്തായിരിക്കും ആൻസർ വരുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹീസ് ഡാഷ് ബെസ്റ്റ് ആക്ടർ ഐ നോ എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ ഈ ഒരു വേർഡ് ബെസ്റ്റ് എന്ന് പറയുന്ന വേർഡ് അത് ഏത് ഡിഗ്രിയിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ ഏത് ഭാഗത്താണ് അത് വരുന്നത്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് കിടക്കുന്നത് അല്ലേ? ഗുഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ
കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ്? ബെറ്റർ ആണല്ലോ. അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. ആണോ? അപ്പോൾ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണല്ലോ. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഏത് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്? ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദായാണ് യൂസ് ചെയ്യുന്നത്. മറന്നു പോകരുത്. സൂപ്പർലേറ്റീവ്സിന് മുമ്പ് എപ്പോഴും നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യും. സോ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ദ. ഹീ ഈസ് ദ ബെസ്റ്റ് ആക്ടർ ഐ നോ. അങ്ങനെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടെ ദ എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിൾ വരാനുള്ള കാരണം എന്താണ്? ഈ ബെസ്റ്റ് എന്ന് പറയുന്ന വേർഡാണ്. അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണല്ലേ, സൂപ്പർലേറ്റീവ് ആണ്. സോ അതിന് മുമ്പ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. There used to be a time when I dash run 3 miles at a stretch. There used to be a time when I dash run 3 miles at a stretch. എന്ത് വരും ആൻസർ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്കൊരു കീവേഡ് തന്നിട്ടുണ്ട്. ഏതാണ്? യൂസ്ഡ് ടു. എന്താണ് യൂസ്ഡ് ടു എന്ന് പറയുന്നത്? ഒരു ഓക്സിലറി വേർബാണ്, ഒരു മൊഡാൽ ഓക്സിലറി ആണ്. ഏതെന്ന് പറയുന്നത്? യൂസ്ഡ് ടു എന്ന് പറയുന്നത്. യൂസ്ഡ് ടു നമ്മൾ ഏത് കേസിലാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പാസ്റ്റ് ഹാബിറ്റ്സിനെ കാണിക്കാൻ അല്ലേ? പാസ്റ്റ് ഹാബിറ്റ്സ് നമ്മൾ ഇപ്പോൾ പ്രസന്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു റൊട്ടീൻ നമുക്കിപ്പോൾ ഇല്ല. പണ്ട് കാലത്ത് നടന്ന കാര്യങ്ങളെ, പാസ്റ്റിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ശീലത്തെ കാണിക്കാനായിട്ടാണ് നമ്മൾ യൂസ്ഡ് ടു എന്ന് പറയുന്ന ആ ഒരു ഓക്സിലറി യൂസ് ചെയ്യുന്നത്. ആണല്ലോ. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. ക്യാൻ ഉണ്ട്, വില്ലുണ്ട്, ഷുഡ് ഉണ്ട്, കുഡ് ഉണ്ട്. അതിൽ ക്യാനും വില്ലും എന്താണ്? പ്രസന്റ് ടെൻസിലാണ്. ക്യാനും വില്ലും എന്താണ്? പ്രസന്റ് ടെൻസിലാണ്. സോ അത് രണ്ടും എന്താണ്? നമ്മുടെ ആൻസർ അല്ല. പിന്നീട് ഷുഡ് ഉണ്ട്, കുഡ് ഉണ്ട്, ഉണ്ടല്ലോ. അപ്പോൾ ഒരു എബിലിറ്റിയെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഫ്രൈസൽ വേർബ് അല്ല, ഏത് ഓക്സിലറി വേർബാണ്? ക്യാൻ ആണ് അല്ലേ? എബിലിറ്റിയെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രൈസൽ വേർബ് ക്യാൻ ആണ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഏതായിരിക്കും? കുഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എന്ത് വരും? There used to be a time when I could run 3 miles at a stretch എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ യൂസ്ഡ് ടു എന്ന് പറയുന്ന വേർഡ് കാണുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് എന്ത് ഓർമ്മ വരണം? യൂസ്ഡ് ടു ഒരു ഓക്സിലറി വേർബ് ആണ്. അതെന്താണ്? ഒരു മൊഡാൽ ഓക്സിലറി ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പാസ്റ്റ് ഹാബിറ്റ്സിനെ സൂചിച്ച് നമുക്കിപ്പോൾ നിലവിലില്ലാത്ത ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ശീലത്തെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ യൂസ്ഡ് ടു യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എബിലിറ്റിയെ സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ക്യാൻ ആണ്. എന്നാൽ അത് പ്രസന്റ് ടെൻസിലാണ്. ഇവിടെ യൂസ്ഡ് ടു ആയപ്പോൾ എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ് വരേണ്ടത്. ആണല്ലോ. സോ നമ്മൾ കുഡ് ചൂസ് ചെയ്തു. ഓക്കെ, ക്യാൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ് എന്ന് പറയുന്നത്. ഇനി ഷുഡ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് നമ്മൾ ഏത് കേസിലാണ് യൂസ് ചെയ്യുന്നത്? ഷുഡ് നമ്മളൊരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഡ്യൂട്ടിയെ കാണിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷുഡ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് യൂസ് ചെയ്യുന്നത്. അതും കൂടി ഓർത്തിരിക്കാം. ഒന്നുകിൽ നമ്മുടെ ഒരു കടമ അല്ലെങ്കിൽ നമ്മളൊരു ഡ്യൂട്ടി സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ എപ്പോഴും എന്താണ്? ഷുഡ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഹി യൂസ്ഡ് ടു സ്വിം, ഹി ഈസ് യൂസ്ഡ് ടു സ്വിമ്മിങ്. ഈ രണ്ട് സെന്റൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയാമോ? ഫസ്റ്റ് വൺ ഇതാണ്, ഹി യൂസ്ഡ് ടു സ്വിം. സെക്കൻഡ് വൺ, ഹി ഈസ് യൂസ്ഡ് ടു സ്വിമ്മിങ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഫസ്റ്റ് സെന്റൻസിൽ ഹി യൂസ് ടു സ്വിം എന്താണ്? അവൻ സ്വിം ചെയ്യുമായിരുന്നു. എപ്പോഴും പാസ്റ്റിൽ എപ്പോഴും എന്താണ്? അയാൾ സ്വിം ചെയ്യുമായിരുന്നു. ഹി ഈസ് യൂസ്ഡ് ടു സ്വിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇപ്പോഴും അയാൾ ആ ഒരു എബിലിറ്റി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് യൂസ്ഡ് ടു വെച്ചിട്ട് നമുക്ക് പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് ആ ഒരു ഹാബിറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി വേർബ്, അതിനുശേഷം യൂസ്ഡ് ടു, അതിനുശേഷം വേർബിൻ്റെ കൂടെ ING ഫോം ചേർക്കണം. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറി? അത് പ്രസന്റ് ടെൻസിലേക്ക് അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഹി യൂസ് ടു സ്വിം എന്താണ്? പാസ്റ്റ് എബിലിറ്റി ആണ്. ഹി ഈസ് യൂസ് ടു സ്വിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോഴും അയാളത് ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ആ ഒരു വ്യത്യാസം മനസ്സിൽ യൂസ്ഡ് ടു പറഞ്ഞതുകൊണ്ട് ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
Sometimes I have to work harder than ever before, pushing my own limits, and yes, I do experience burnout. What does the word burnout denote in the sentence? അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിരിക്കുകയാണ്, അതിൽ burnout എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? സെൻറ്റൻസ് ഒന്നുകൂടി വായിക്കാം. Sometimes I have to work harder than ever before, pushing my own limits, and yes, I do experience burnout. Burnout എന്ന് പറയുന്ന ആ വേർഡിൻ്റെ മീനിങ് എന്താണ്? നോക്കി എന്തൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഹീറ്റ്, എക്സോഷൻ, പ്രൈഡ്, ഡിസ്ട്രസ്. ഇത് വലിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല, കാരണം എല്ലാത്തിൻ്റെയും മീനിങ് അറിയാം. അതുകൊണ്ട് തന്നെ ബേൺഔട്ടിൻ്റെ ആൻസറിലേക്ക് നമുക്ക് ഡയറക്റ്റ് എത്തിച്ചേരാം അല്ലേ. ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചൂട് അല്ലേ. അപ്പോൾ ബേൺഔട്ട് എന്ന് പറയുന്ന വേർഡ് വന്നതുകൊണ്ടാണ് ഹീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തത്. ബേൺഔട്ട് എന്ന് മീൻസ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും പൊള്ളുക എന്നൊക്കെ ഉള്ള ഒരു അർത്ഥം, ചൂട് എന്നുള്ള അർത്ഥം വരും. പക്ഷേ എന്നാൽ അതല്ല. പ്രൈഡ് എന്താണ്? അഭിമാനം അല്ലേ. പ്രൈഡ് എന്താണ്? അഭിമാനം. ഡിസ്ട്രസ് എന്താണ്? ദുരിതം അല്ലേ, മിസറി എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ കറക്റ്റ് മീനിങ് എന്താണ്? എക്സോഷൻ മീൻസ് ബേൺഔട്ട് എന്ന വേർഡിന്റെ കറക്റ്റ് മീനിങ് ഇവിടെ വരുന്ന ഏതാണ്? എക്സോഷൻ ആണ്. ക്ഷീണിതനായി, ഹി വാസ് ടയേർഡ്, അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ. സംടൈംസ് ഐ ഹാവ് ടു വർക്ക് ഹാർഡർ ദാൻ എവർ ബിഫോർ, മുമ്പത്തെക്കാളും കുറച്ചുകൂടി കാഠിന്യമുള്ള ജോലി ചെയ്യണം. പുഷിങ് മൈ ഓൺ ലിമിറ്റ്സ്, എൻ്റെ ലിമിറ്റ്സിനും ക്രോസ് ചെയ്തുകൊണ്ട്. ആൻഡ് യെസ് ഐ ഡു എക്സ്പീരിയൻസ് ബേൺ ഔട്ട്, അതുകൊണ്ട് തന്നെ എന്താണ്? ഞാൻ വളരെ ക്ഷീണിതനാണ്, അല്ലെ ഞാൻ ഇതിനോടൊക്കെ എന്താണ്? എനിക്കൊരു മടുപ്പാണ്, അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ബേൺ ഔട്ട് മീൻസ് എന്താണ്? എക്സോഷൻ. എക്സോഷൻ ആണ് കറക്റ്റ് ആൻസർ. ഹീറ്റ് അല്ല, പ്രൈഡ് അല്ല, ഡിസ്ട്രസ് അല്ല. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടി പഠിക്കുക. നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കാതെ ഇന്ന് മുതൽ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നമ്മൾ ഒരു തവണയെങ്കിലും നമ്മുടെ കംപ്ലീറ്റ് ഏരിയ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ടൈം നമുക്ക് കിട്ടുന്ന എന്താണ്? നമുക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ആ റിവിഷൻ നമ്മൾ എത്രത്തോളം നന്നായി ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ എക്സാമും, അതേപോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്